കേണൽ ഡിനി, എന്താണ് താങ്കളുടെ നിരീക്ഷണം? എന്തായാലും ഭാരതം മുന്നോട്ട് വെച്ച രണ്ട് ഉപാധികൾ, ആ രണ്ട് ഉപാധികൾ പെട്ടെന്നൊന്നും അംഗീകരിക്കാൻ പാകിസ്ഥാന് സാധ്യമല്ല. നമുക്കറിയാം, ഭീകരവാദം ഉപേക്ഷിച്ചൊരു പാകിസ്ഥാൻ, അത് സ്വപ്നത്തിൽ പോലും അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല. എന്നിട്ടും ഇങ്ങനെ വാതിലിൽ മുട്ടുന്നത് എന്തുകൊണ്ടായിരിക്കാം? എന്ത് മനസ്സിലാക്കിയിട്ടായിരിക്കാം? ശ്രീ അനിൽ, ഇതിനകത്ത് ക്ലിയർ ആയിട്ട് ഒരു പാകിസ്ഥാന്റെ സ്ട്രാറ്റജി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഒരു പാറ്റേൺ, പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ ഈ ഒരു ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണെന്നുള്ള പാറ്റേൺ നമ്മൾ ആദ്യമായിട്ടല്ല കാണുന്നത്. ഇതൊരു അവരുടെ ഒരു നരേറ്റീവ് അല്ലെങ്കിൽ അവരുടെ സ്ക്രിപ്റ്റ് അനുസരിച്ചുള്ള ഒരു കാര്യമാണ്. എന്താണ് അവരുടെ സ്ക്രിപ്റ്റ് എന്ന് വെച്ചാൽ, ആദ്യം ഭീകരവാദം ചെയ്യുക, ഭീകരവാദം ചെയ്തിട്ട് പറയുക ഇത് ഞങ്ങളല്ല ചെയ്തത്, ഇത് ഭാരതം തന്നെ ചെയ്തതാണ് എന്ന് പറയുക. പിന്നീട് പറയുക ഓക്കെ നിങ്ങളാണ്, പ്രഷർ വരുമ്പോൾ പറയുക ഓക്കെ ശരി, അങ്ങനെയാണെങ്കിൽ തെളിവ് കാണിക്കാൻ പറയും. പിന്നീട് നമ്മൾ തിരിച്ചടി കൊടുക്കും. തിരിച്ചടി കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഒന്നും പറ്റിയില്ല എന്ന് പറഞ്ഞ് അവിടെ അവർ വലിയ രീതിയിൽ ആഘോഷം നടത്തും. അതായത് അവർ തന്നെ എന്തൊക്കെയോ ചെയ്തു എന്നുള്ള രീതിയിൽ പണ്ടത്തെ ചൈനീസ് കാർ എക്സസൈസ് ചെയ്ത അതേ ചിത്രം അവരുടെ ഫീൽഡ് മാർഷലിന് പ്രൈം മിനിസ്റ്റർ കൊടുക്കുന്ന സമ്മാന രീതിയിലേക്ക് വെക്കും. ആ രീതിയിലുള്ള ഡിസ്ഇൻഫർമേഷൻ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് അവരത് ലോകത്ത് മൊത്തം പറഞ്ഞു നടക്കും, നമ്മളാണ് ജയിച്ചത്, നമ്മളാണ് എന്തൊക്കെയോ ചെയ്തെന്നുള്ള രീതിയിൽ. ഇത് കഴിഞ്ഞിട്ട് അവസാനത്തെ സ്റ്റെപ്പാണ് ഇപ്പൊ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നുള്ളത്. ഇത് തന്നെയാണ് പർവേസ് മുഷറഫ് ചെയ്തത്, ഇത് തന്നെയാണ് മുൻപും ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് അവരുടെ ഒരു പാറ്റേണിന്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് കാണാം. അതാണ് അവരുടെ ഫസ്റ്റ് തിങ്. രണ്ടാമത്തെ എന്തിനാണ് അവർ ചെയ്യുന്നത് വെച്ചാൽ നോക്കൂ, ഇപ്പം ഷബാസ് ഷെരീഫും ഒരു വിദേശ മണ്ണിലാണ് പറഞ്ഞത്, ഇറാനിലാണ് പറഞ്ഞത് ഞങ്ങൾ ഇങ്ങനെ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന്. അതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് പാകിസ്ഥാനെ ലോകത്തിന്റെ മുന്നിൽ ഞങ്ങൾ സമാധാനത്തിന് വേണ്ടി ശ്രമിക്കുകയാണ്, ഞങ്ങൾ അവിടെ ആ ഏരിയയിൽ പീസ് വേണം എന്നുള്ള രീതിയിൽ ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ്, പക്ഷെ ഭാരതമാണ് ചർച്ചയ്ക്ക് തയ്യാറല്ല എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം. അതാണ് അവരുടെ രണ്ടാമത്തെ ഒരു സ്ട്രാറ്റജി. മൂന്നാമതായിട്ട് അവർ ഇത് ഭാരതത്തിന്റെ മുകളിൽ പ്രഷർ കൊണ്ടുവന്ന് എങ്ങനെയെങ്കിലും നമ്മൾ വീണ്ടും ഒരു ചർച്ചയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം. അത് കാരണം എന്താണ്, അവർക്ക് ഇപ്പം ഈ നമ്മളിപ്പോ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇപ്പൊ നമ്മൾ ഒരു സിംബോളിക് ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ അവർ ചെവുക്കുറ്റിക്ക് അടി കൊടുക്കുന്നു പറയത്തില്ലേ, ആ ചെവുക്കുറ്റിക്ക് അടി കൊടുക്കുന്ന കണക്കാണ് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിൽ ഒരു 9 അവരുടെ ടെറർ ക്യാമ്പിന്, പിന്നെ ഒരു 13 അവരുടെ ഓരോ എയർ ബേസിന് കൊടുത്തു. ഓരോ അടിയും അവരുടെ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതിലൊക്കെ അത് അവരുടെ എന്താ പറയുക എക്സിസ്റ്റൻഷ്യൽ പ്രോബ്ലം അല്ല, അതായത് അവരുടെ നിലനിൽപ്പിനുള്ള ഒരു പ്രശ്നമായിട്ട് വരത്തില്ല. അത് അടി കിട്ടി, നാണക്കേടായി, അവർക്ക് പാഠം കിട്ടി. പക്ഷെ അതിലും വലിയൊരു കാര്യമാണ് ഈ സിന്ധു നദി കരാറിൽ നമ്മൾ അവരുടെ കഴുത്തിന് പിടിച്ചു വെച്ചിരിക്കുക എന്ന് വേണമെങ്കിൽ നമുക്കത് പറയാം. അതാണ് അതിന്റെ സത്യം. കാരണം ആ കഴുത്തിന്റെ പിടി നമുക്ക് എപ്പോ വേണമെങ്കിലും അതിനെ പതുക്കെ ഞെരിക്കാം, നമുക്ക് വേണമെങ്കിൽ തുറക്കാം. അത് ആ കറക്റ്റ് ആയിട്ട് ആ പിടി അവരുടെ കഴുത്തിലാണ് ഇരിക്കുന്നത്. അത് എപ്പോ വേണമെങ്കിലും നമുക്ക് അവർ എപ്പോഴും ജഗുലർ വെയിൻ എന്ന് പറയുന്നത് നമ്മൾ അവർ ആക്ച്വലി ഇപ്പൊ നമ്മളാണ് അവരുടെ ജഗുലർ വെയിനിൽ പിടിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ ആ രീതിയിൽ ഇന്നത്തെ പ്രൈം മിനിസ്റ്ററിന്റെ സ്റ്റേറ്റ്മെന്റ് നോക്കിയാലും ശരി, നമ്മൾ ഒരു തുള്ളി വെള്ളം, ഭാരതത്തിന് അർഹതപ്പെട്ട ഒരു തുള്ളി വെള്ളം അങ്ങോട്ട് പോകില്ല എന്ന് പറയുന്നതിന് വലിയൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം എന്ന് വെച്ചാൽ ഇതുവരെ അവർ ഒരു 70% to 80% വരെ ഈ ഒരു കരാറിലൂടെ വെള്ളം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അർഹതപ്പെട്ട വെള്ളം പോലും നമ്മൾ അതിനെ ഒന്നും ചെയ്യാതെ നമ്മൾ അങ്ങോട്ട് വിടുകയായിരുന്നു. അപ്പം ഓൾറെഡി പാകിസ്ഥാന്റെ ഉള്ളിൽ വെള്ളത്തിന്റെ ക്ഷാമം ഉള്ള ഒരു രാജ്യമാണ്. വെള്ളത്തിന് ചൊല്ലി സിന്ധും പഞ്ചാബ് പ്രൊവിൻസും തമ്മിൽ അടി നടക്കുന്ന ഒരു രാജ്യമാണ്. സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഇപ്പൊ 70% എന്നുള്ളത് നമ്മൾ ഒരു 20% കുറച്ചാൽ മതി. അതായത് നമ്മൾ വേറെ ഒന്നും ചെയ്യുന്നില്ല, തുല്യനീതി, 50% നിങ്ങൾ 50% നമ്മൾ എന്നുള്ള രീതിയിൽ തന്നെ ആക്കിയാൽ തന്നെ അവർക്ക് വലിയ തിരിച്ചടി വരും. അത് കൂടാതെ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് ഇപ്പൊ നോക്കൂ, നമ്മളെ ആ പ്ലാൻസ് ആക്ച്വലി അത് പുറത്ത് വരുന്നുണ്ട്, പക്ഷെ നമ്മളത് ഒഫീഷ്യലി നമ്മളൊന്നും കൺഫർമേഷൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഇപ്പം ഇൻഡസ് ചെനാബ് റിവറിൽ ഒരു കനാൽ ഉണ്ട്, രൺബീർ കനാൽ എന്ന് പറഞ്ഞ, അതിന്റെ വിട്ട് ഒരു ഇച്ചിരി ഒന്ന് കൂട്ടുകയാണെങ്കിൽ നമ്മൾ 40 ക്യൂബിക് മീറ്റർ പെർ സെക്കൻഡ് ആയിരുന്നു അതിനെ ചെയ്തത്. അതിനെ നമുക്ക് 150 ക്യൂബിക് മീറ്റർ പെർ സെക്കൻഡിലേക്ക് ഫ്ലോയിൽ മാറ്റാം. അത് നമുക്ക് ഇങ്ങോട്ട് ഡൈവേർട്ട് ചെയ്യാം. പിന്നീട് നമ്മൾ അതിനകത്ത് പല ട്രിബ്യൂട്ടറീസിൽ നമുക്ക് ചെക്ക് ഡാം അല്ലെങ്കിൽ ഡാം പണിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ആ വെള്ളം നമുക്ക് തടഞ്ഞാൽ തന്നെ അതിനങ്ങോട്ട് ഡൈവേർട്ട് ചെയ്ത് തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നം വരും. ഇപ്പൊ ഏകദേശം 3800 മെഗാവാട്ടാണ് അതിന്റെ ഇലക്ട്രിസിറ്റി. അത് നമ്മൾ 12,000 ഉയർത്താനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അപ്പൊ ഇതുപോലുള്ള ഇൻഫ്രാസ്ട്രക്ചർ വന്നു കഴിഞ്ഞാൽ അത് പാകിസ്ഥാനെ സംബന്ധിച്ചോളം വലിയ പ്രശ്നം ഉണ്ടാവും. അത് അവരുടെ എക്സിസ്റ്റൻഷ്യൽ പ്രോബ്ലം ആയിട്ട് മാറും. കാരണം ഇത് കൂടാതെ നമുക്ക് വേണ്ട സമയത്ത് വെള്ളം തുറന്നുവിടുകയും ആവശ്യമുള്ള സമയത്ത് നമുക്ക് നിർത്താനുള്ള ഒരു ശേഷിയുണ്ട്. അപ്പൊ ആ രീതിയിലേക്കുള്ള ആ കംപ്ലീറ്റ് ആയിട്ട് അവർക്ക് അവരുടെ ഡെയിലി ജീവിതത്തിനെ തന്നെ ബാധിക്കുന്ന രീതിയിലേക്ക് നമുക്കത് മാറ്റാൻ സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു കാര്യം കൊണ്ട് ഭാരതത്തിനെ എങ്ങനെയെങ്കിലും അവരൊരു ചർച്ചയിൽ കൊണ്ടുവന്ന് ഒരു ഫോറിൻ മീഡിയേഷനിലേക്ക് കൊണ്ടുവന്ന് എങ്ങനെയെങ്കിലും ഈ സിന്ധു നദി കരാറിൽ നിന്ന്
അവരെ ഒന്ന് രക്ഷിക്കണം എന്നുള്ളതാണ് അവരുടെ ഈ ഒരു ചർച്ചയിലേക്ക് വരും എന്നുള്ളത്. പക്ഷെ അവർ മനസ്സിലാക്കുന്ന കാര്യം എത്ര ബുദ്ധിമുട്ടായിട്ടാണ് ഈ ഒരു പ്ലാൻ ചെയ്ത് നോക്കും. നമ്മൾ അതിൽ നിന്ന് പിന്മാറി എന്നൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. നമ്മൾ അതിനെ പറഞ്ഞിരിക്കുന്നത് കെപ്റ്റ് ഇൻ അബയൻസ്, അതായത് താൽക്കാലികമായിട്ട് നമ്മളത് മാറ്റി. ഈ താൽക്കാലികം എന്ന് പറയുമ്പോൾ നമ്മളത് ആരും പറയത്തില്ലല്ലോ നിങ്ങൾ എന്തുകൊണ്ട് പിന്മാറി. നമ്മൾ പിന്മാറിയിട്ടില്ല, നമ്മൾ താൽക്കാലികമായിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്, മരവിപ്പിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ സ്വഭാവം ശരിയാവണമെങ്കിൽ ഞങ്ങൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. അപ്പൊ ഇന്റർനാഷണൽ ബോഡിയിൽ എവിടെ പോയാലും ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. കാരണം അതിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ ഗ്രൗണ്ട് റിയാലിറ്റീസ് മാറുകയാണെങ്കിൽ നമുക്ക് അതിന്റെ ഓപ്ഷൻ ഉണ്ട്, നമുക്കത് ചെയ്യാൻ വേണ്ടി. അതായത് എന്താണ് ഗ്രൗണ്ട് റിയാലിറ്റീസ്? നിങ്ങൾ ഇവിടെ നമ്മളെ ഭാരതത്തിന്റെ ഉള്ളിൽ വന്ന് ഭീകരവാദം ചെയ്തു കഴിഞ്ഞാൽ അത് ഗ്രൗണ്ട് റിയാലിറ്റീസ് മാറുകയാണ്. ഞങ്ങളെ ഭാരതത്തിനുള്ളിൽ വന്ന് യുദ്ധം ചെയ്യാനുള്ള ശ്രമമാണെങ്കിൽ അത് യുദ്ധസമാനമായിട്ടുള്ള രീതിയിലേക്ക് മാറുകയാണെങ്കിൽ ഗ്രൗണ്ട് റിയാലിറ്റീസ് മാറി. ആ ഗ്രൗണ്ട് റിയാലിറ്റീസ് മാറുന്നതനുസരിച്ച് വർഷങ്ങളോളം ഭാരതം എടുത്ത ഒരു സമീപനമാണ് സിന്ധു നദീ കരാറിനെ റീവർക്ക് ചെയ്യണോ. ഇത് നമ്മൾ ആദ്യമായിട്ട് പറഞ്ഞല്ല, അതിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ നമ്മൾ ഏതൊരു കോർട്ടിൽ പോയാലും, ഇന്റർനാഷണൽ കോർട്ടിൽ പോയാലും, ആരുടെ ജുറിസ്ഡിക്ഷനിൽ വന്നാലും, വേൾഡ് ബാങ്കിനാലും ശരി, ഭാരതം സംബന്ധിച്ചോളം അവിടെ ഒരു ലീഗലായിട്ട് മറ്റു കാര്യങ്ങളൊന്നുമില്ല. ഇത് പാകിസ്ഥാൻ നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരെ സംബന്ധിച്ചോളം അവരുടെ ജീവിത മരണ പോരാട്ടം അതാണ്. നേരത്തെ അസീം മുനീറിനെ പോലുള്ള ആളുകളൊക്കെ പറഞ്ഞത്, അതായത് നിങ്ങൾ ഞങ്ങളെ വെള്ളം തടയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളെ ശ്വാസം തടയും എന്നൊക്കെ ഉള്ള രീതിയിലേക്കുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ പറയുന്നത്. അതൊക്കെ പറയാം, അത് അവർക്ക് പറയാമല്ലോ, അത് അവരുടെ അത് പറയാനല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ പക്ഷെ അവർക്ക് നന്നായിട്ട് അറിയാം ഈ കാര്യത്തിന്റെ ഇപ്പം ഇതിന്റെ അപ്പർ ഹാൻഡ് ഇരിക്കുന്നത് ഭാരതത്തിന്റെ കയ്യിലാണ്. അപ്പൊ ഇനി എങ്ങനെയെങ്കിലും അതിനെ ഒന്ന് ഈസാക്കി തിരിച്ച് ഒരു സ്റ്റാറ്റസ് കോ മുൻകാലങ്ങളിൽ എങ്ങനെയാണോ ആ രീതിയിലേക്ക് ആക്കാനുള്ള ശ്രമമാണ്. പക്ഷെ അത് വെറും വ്യാമോഹം മാത്രമാണ്. ഇനി ഒരു കാലത്ത് ശ്രീ അനിൽ, ഒരു കാലത്തും നേരത്തെ എങ്ങനായിരുന്നു സിന്ധു നദി കരാർ, ആ കരാറിലേക്ക് ഒരിക്കലും പോകാൻ പോകുന്നില്ല. 1960 സിന്ധു നദി കരാർ ഡെഡ് ആണ്. ഇനി വരുന്നത് പുതിയതായിരിക്കും, അത് പുതിയ വ്യവസ്ഥ വെച്ചായിരിക്കും, അതും പാകിസ്ഥാൻ അറിയാം.